സർ, ഇവിടെ നടന്നത് ഗവർണറുടെ നന്ദി പ്രമേയ ചർച്ചയൊന്നും അല്ല ഇവിടെ നടന്നത്. ഇവിടെ മന്ത്രിയുടെ കയ്യിൽ നിന്ന് ഏറ്റതായിരിക്കുന്ന നല്ല പൊള്ളലേറ്റതായിരിക്കുന്ന ഒരാൾ അത് മായ്ക്കാൻ വേണ്ടി നടത്തിയതായിരിക്കുന്ന ഒരു അബദ്ധ പരിപാടിയാണ് ഇപ്പോ ഈ നിയമസഭയിൽ നടന്നത്. സർ, ബഹുമാന്യനായ VD സതീശനെ ആക്രമിക്കാൻ നിങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പുനർജനി പദ്ധതി ഒരു നിയോജക മണ്ഡലത്തിൽ പ്രളയം മൂലം കഷ്ടപ്പെട്ട ജനതയെ വാർത്തെടുക്കാൻ, പുനർനിർമ്മിക്കാൻ അത്യധ്വാനം ചെയ്ത മനുഷ്യനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ആവശ്യമായ നടപടികളുണ്ടോ എന്ന് അന്വേഷണം നടത്തി അതിൽ പരാജയപ്പെട്ട ആളുകളാണ് നിങ്ങൾ. നിങ്ങളൊക്കെ പുതിയ പരീക്ഷണമായിട്ട് വരുമ്പോ അതിനെ ഞങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാനില്ല സർ. അത്രമാത്രം പറഞ്ഞ് അതിനെ നിർത്തുന്നു. പിന്നെ വീഡിയോയും കാര്യങ്ങളൊക്കെ പറയുമ്പോ അതൊക്കെ കുറെ കൂടെ അന്വേഷണം നടത്തുമ്പോ എന്തൊക്കെ വരും എന്നുള്ളതിനെ കുറിച്ചൊന്നും ഇപ്പൊ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ള രാഷ്ട്രീയമല്ല ഞങ്ങളുടെ രാഷ്ട്രീയമെന്ന് വളരെ കൃത്യതയോടുകൂടി വീഡിയോ സോഷ്യൽ മീഡിയ കണ്ടു പറയുന്ന ബഹുമാനപ്പെട്ട അംഗത്തോട് പറയാനും ആഗ്രഹിക്കുന്നു. സർ, ഇവിടെ നയപ്രഖ്യാപന പ്രസംഗമാണ് സർ. ഈ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയപ്പോ അതിന് നയമില്ല, നിലപാടില്ല, പ്രഖ്യാപനമില്ല, ഒരു കഴമ്പുമില്ല സർ. നയപ്രഖ്യാപനത്തിന്റെ എല്ലാ തകർച്ചയുടെ ആഴവും പരപ്പും, ഒന്ന് അതിന്റെ കണ്ടന്റ്, രണ്ട് അത് പ്രസംഗിക്കാതെ പോയതായിരിക്കുന്ന ഗവർണർ. ഇത് രണ്ടും കൂടെ ആയപ്പോ ഈ നയപ്രഖ്യാപന പ്രസംഗം എന്നുള്ളത് ചർച്ച ചെയ്യുന്നത് പോലും നിരർത്ഥകമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തി സർ. കേരളത്തിന്റെ അതീവ ഗൗരവതരമായിട്ടുള്ള ഏറ്റവും മർമ്മപ്രധാനമായ രണ്ട് പ്രശ്നം, ഒന്ന് കേരളത്തിന്റെ വളർന്നു വരുന്ന നാർക്കോട്ടിസം. സർ, എന്താണ് നയപ്രഖ്യാപനത്തിലുള്ളത്? കേരളത്തിലെ ചെറുപ്പക്കാർ, സ്കൂൾ വിദ്യാർത്ഥികൾ, കോളേജ് വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാർ ഇവർ മുഴുവൻ കാർന്ന് തിന്നുന്ന ഏറ്റവും വലിയ വിപത്തായിട്ടുള്ള നാർക്കോട്ടിസത്തിന് പൊളിറ്റിക്കൽ പാട്രിയോട്ടിസം കൊടുക്കുന്ന ഒരു ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനം വന്നപ്പോ ആ നയപ്രഖ്യാപനത്തിൽ ഒരക്ഷരം പോലും ഉരിയാടാതെയാണ് നിങ്ങൾ കടന്നുപോയത്. സർ, രണ്ടാമത്തെ ഗൗരവതരമായിട്ടുള്ള പ്രശ്നം എന്താ സർ? രണ്ടാമത്തെ ഗൗരവതരമായിട്ടുള്ള പ്രശ്നം ചെറുപ്പക്കാരുടെ മൈഗ്രേഷനാണ്. ഞാൻ ചോദിക്കുന്നു, ഇന്ന് കേരളത്തിന്റെ അവസ്ഥ എന്താ? ഗൗരവതരമായിട്ടുള്ള ഈ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാനുള്ള ഒരു വാക്ക്, ഒരു സംസാരം, ഒരു ഇടപെടൽ കേരളത്തിന്റെ ഗൗരവതരമായ ഈ പ്രശ്നത്തെ സംബന്ധിച്ച് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? സർ, ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. ഒന്ന്, ആയുർദൈർഘ്യം കൂടിയ കേരളം. രണ്ട്, മരണനിരക്ക് ക്രമേണ കുറഞ്ഞതായിരിക്കുന്ന കേരളം. ജനനനിരക്ക് കുറഞ്ഞതായിരിക്കുന്ന കേരളം. അതിന്റെ കൂടെ നമ്മുടെ ഹൈ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള നമ്മുടെ മൈഗ്രേഷൻ. സർ, വിദേശ രാജ്യത്തിന്റെ ഹൈ പ്രൊഡക്ടിവിറ്റിയുള്ള ചെറുപ്പക്കാരെ വാർത്തെടുക്കുന്ന ഒരു കേന്ദ്രമായി നമ്മുടെ ഈ കേരളം മാറി സർ. നമ്മുടെ ബ്രെയിൻ ഡ്രെയിൻ, ഈ ബ്രെയിൻ ഡ്രെയിനെ സംബന്ധിച്ച് ഒരു നയപരമായ ഒരു കാഴ്ചപ്പാടിന്റെ ഒരക്ഷരം ഈ നയപ്രഖ്യാപനത്തിൽ വന്നോ? സർ, ഞാൻ ഈ നയപ്രഖ്യാപനത്തെ അതിന്റെ ആംഗിളിൽ കാണാൻ ആഗ്രഹിക്കുന്നു സർ. സർ, നമ്മൾ വൃദ്ധസദനത്തെ സൃഷ്ടിക്കുക, നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്കുള്ള അതിപ്രധാനമായിട്ടുള്ള ഹൈ പൊട്ടൻഷ്യൽ HR കമ്മ്യൂണിറ്റിയെ നമ്മൾ സൃഷ്ടിക്കുക. അവിടെയാണ് സർക്കാരും അതുപോലെ ഗവർണറും തമ്മിലുള്ളതായിരിക്കുന്ന ചക്കളത്തി പോരാട്ടം. സർ, ഇവിടെ കഥ, തിരക്കഥ രാജ്ഭവൻ, സംവിധാനം മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അഭിനയം രണ്ടാളുകൾ, ഒന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ, രണ്ട് പിണറായി വിജയൻ. നാടകത്തിന്റെ പേര് കബളിപ്പിക്കുന്ന കൊമ്പുകോർക്കൽ. ഇതാണ് കേരളത്തിന്റെ പൊതു അവസ്ഥ. സർ, ഇതിൽ എന്താണ് നെറ്റ് റിസൾട്ട്? എന്താ സർ? ഇവർ തമ്മിലൊരു ബാർട്ടർ സിസ്റ്റം ഉണ്ട്, കൊടുക്കലും വാങ്ങലും. അത് യഥേഷ്ടം നടക്കുകയാണ് സർ. ഞാൻ രണ്ട് എക്സാമ്പിൾ എനിക്ക് സമയം കുറവായതുകൊണ്ട് പറയാം. ഒന്ന് ചൂണ്ടിക്കാണിച്ചേ. സംസാരിക്കുന്ന ആരെങ്കിലും മറുപടി പറഞ്ഞോ? സർ, ഫെബ്രുവരി മാസം 7-ാം തീയതി 2022 ലോകായുക്തയുടെ ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിടുന്നു. ലോകായുക്ത ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് നമുക്കറിയാലോ. ചിറകരിയാൻ, പല്ല് പിഴുതെറിയാൻ നേതൃത്വം കൊടുക്കുന്ന ഓർഡിനൻസ്. ആ ഓർഡിനൻസിന്റെ ഗവർണർ ഒപ്പിടുകയാണ്. സർ, ഫെബ്രുവരി 14-ാം തീയതി BJP സംസ്ഥാന സമിതി അംഗം RSS പ്രവർത്തകനായ ഹരി എസ് കർത്തയെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുന്നു. അദ്ദേഹത്തിന് കൊടുക്കുക. ഇതിനെന്താ സർ പറയാ? ഇതിന് ബാർട്ടർ സിസ്റ്റം എന്നല്ലാതെ ഇതിനെന്താ പറയാ? നിങ്ങൾ പുറത്ത് കൊമ്പ് കുറക്കുക, നിങ്ങൾ അകത്തോ കൃത്യമായ അന്തർധാര. ഞാനൊന്ന് പറയാ, മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ കണ്ണൂർ ജില്ലയിലാണ്, അങ്ങക്കറിയാലോ. എന്താണാവോ അന്ന് പറഞ്ഞത്? അപ്പം പറയാണ്, എന്റെ ജില്ലയിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, കണ്ണൂർ സർവകലാശാല. അവിടുത്തെ വൈസ് ചാൻസലർ, ആ വൈസ് ചാൻസലർ തന്നെ നിയമിക്കാനുള്ള നടപടി ഉണ്ടാവണം. പ്രോസ് ചാൻസലറായ
നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആ റിട്ടയർ ചെയ്യേണ്ട പ്രായപരിധി കഴിഞ്ഞ ഗോപിനാഥ് രവീന്ദ്രനെ നിയമിക്കാൻ വേണ്ടി ഗവർണർക്ക് ശുപാർശ ചെയ്യുന്നു. ഗവർണർ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ ശുപാർശ അംഗീകരിക്കുന്നു. ഞാൻ ചോദിക്കുന്നു സാർ, ഇവരെ രണ്ടുപേരും രണ്ട് വിഭാഗം പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നീക്കി കഴിഞ്ഞതിന് ശേഷം പുറത്ത് ഇവർ രണ്ടുപേരും വന്ന് ഫൈറ്റ് ചെയ്യുക. ഒരാൾ തെരുവിലിരിക്കുന്നു, ഒരാൾ പത്രസമ്മേളനത്തിലൂടെ അടിക്കുന്നു. കേരളത്തിലെ ജനങ്ങളെ ഇതുപോലെ കബളിപ്പിക്കാൻ ഈ രണ്ടു പേർ ശ്രമിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ കബളിപ്പിക്കപ്പെടുമോ? അകത്ത് അന്തർധാര സജീവമാണ്, പുറത്ത് അടിയും ജനങ്ങളെ കബളിപ്പിക്കലും സജീവമാക്കി നിർത്താൻ ഇവർ ആഗ്രഹിക്കുകയാണ് സർ. ഇത്രയും ഗൗരവതരമായ ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിന് ജനാധിപത്യ കേരളം ഇന്ന് നേരിടുന്ന ഗൗരവതരമായ ഒരു പ്രശ്നത്തെക്കുറിച്ചും ഒന്നും പറയാതെ പോയതായ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലേക്ക് വീണ്ടും വരുന്നതിന് മുമ്പ് ഒരു ഗുരുതരമായ പ്രശ്നം കൂടെ ഒന്ന് ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് സാർ. ഇന്നലെ എന്റെ സഹമെമ്പറായിട്ടുള്ള ശ്രീ IC ബാലകൃഷ്ണൻ, അദ്ദേഹം വയനാട് ജില്ലയിൽ നിന്നാണ്. അദ്ദേഹം ഇന്നലെ ഈ സഭയുടെ മുമ്പാകെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വയനാട് ജില്ല അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ പ്രശ്നം പറഞ്ഞു. ബഹുമാനപ്പെട്ട വയനാട് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി, വനം മന്ത്രിയാണ് അദ്ദേഹം. ആ വനം മന്ത്രി പറഞ്ഞത് ICയുടെ സബ്മിഷൻ ഇന്നലെയായിരുന്നു, മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിനെ പറ്റി. അദ്ദേഹം ആ സമയത്ത് പറയാതെ ഇപ്പം പറയേണ്ടി വന്നു. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഇതൊക്കെയാണോ പറയേണ്ടത്? അങ്ങേ ഓർത്ത് ലജ്ജിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ബഹുമാന്യനായ വനം മന്ത്രിയോട് പറയുന്നു, അങ്ങ് മന്ത്രിസ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. നയപ്രഖ്യാപന പ്രസംഗത്തിൽ എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്നത് അങ്ങയും അങ്ങയുടെ മുന്നണിയുമല്ല, ഞങ്ങൾ തീരുമാനിക്കും എന്ത് പറയണമെന്ന്. രണ്ടാമതൊന്ന് ചോദിക്കുന്നു, അങ്ങ് വനമന്ത്രിയാണല്ലോ. ഒരു പ്രജീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ IC ഇവിടെ ചൂണ്ടിക്കാണിച്ചു. പച്ചയായി ആ മനുഷ്യൻ 36 വയസ്സേ ഉള്ളൂ. പശുവിന് പുല്ലരിയാൻ പോയപ്പോ അദ്ദേഹത്തിന്റെ കഴുത്തിൽ പിടിച്ച് കടുവ പിടിച്ചുകൊണ്ടുപോയി 60 മീറ്റർ അപ്പുറത്തേക്ക് പച്ചയോടുകൂടി ആ മനുഷ്യനെ കൊന്നു തിന്നുക കടുവ. ആ ആവലാതി IC ഇവിടെ പറഞ്ഞപ്പോ അങ്ങേക്ക് ലജ്ജിക്കുന്നു എന്ന് പറയുന്ന ആ മന്ത്രിയെ ഓർത്ത് ഞങ്ങൾ ലജ്ജിക്കുകയാണ് സാർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് വിനീതമായ അഭ്യർത്ഥന, വയനാടിന്റെ തീവ്രമായ പ്രശ്നങ്ങളെ അറിയാത്തതായ ആ മന്ത്രിയെ വയനാട് ജില്ലയുടെ ചുമതലയിൽ നിന്ന് മാറ്റണമെന്നുകൂടെ ബഹുമാനായ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ് സാർ. കേരളം സാർ, ഇതുപോലെ ഗുരുതരമായിട്ടുള്ള ഓരോരോ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ജനം നേരിടുന്ന ഗൗരവതരമായ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് ഒന്നുപോലും പരിഹാരം കാണാതെ, പരിഹാരത്തിനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കാതെ കേരളത്തിൽ പോലീസിനെയും സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒരു മിനിറ്റ് സാർ, ഒന്ന് സാർ, അവസാനിപ്പിക്കും. അതിലേക്ക് വരാം. തുരങ്കപാത മാത്രമല്ല, റോഡ് മുഴുവൻ ബൈപ്പാസ് ഉണ്ട്, മൂന്ന് ഹെയർപിൻ ബെൻഡ് നിവർത്താനുള്ള പദ്ധതിയുണ്ട്, പൂഴിത്തോട് റോഡുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ചുരം ബൈപ്പാസ് ഉണ്ട്, അങ്ങനെ കുറെ കാര്യമുണ്ട്. താങ്കൾക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കണം. ബഹുമാന്യനായ അവസാനിപ്പിക്കും അവസാനിപ്പിക്കാം സാർ. സാർ MP ഗോവിന്ദമാഷ്, ഞാൻ ഇതോടെ പറഞ്ഞോളൂ അവസാനിപ്പിക്കാം സാർ. MP ഗോവിന്ദമാഷ് പറഞ്ഞു, BJPയും കോൺഗ്രസും മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ വല്ലാതെ പാടുപെടുകയാണ്. അദ്ദേഹം സൂര്യനെ പോലെയാണ് സാർ. അവസാനിപ്പിക്കുക സാർ. അദ്ദേഹം സൂര്യനെ പോലെയാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ അടുത്തു പോയാൽ കരിഞ്ഞു പോകും. MP ഗോവിന്ദമാഷ് വാസവൻ മിനിസ്റ്റർ പറഞ്ഞതായിരിക്കുന്ന കാര്യം ദൈവം കേരളത്തിന് നൽകിയ വരദാനമാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ മുഹമ്മദ് മുഹസിൻ. 11 മിനിറ്റ്. സാർ, ഇത് അവസാനിപ്പിക്കൂ.